പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, വിശുദ്ധ ദിവസത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് സംബന്ധിപ്പാൻ തക്കവണ്ണം കർത്താവേ, ഒരു പ്രാവശ്യം കൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഇന്നത്തെ ആരാധനയിൽ ഞങ്ങളുടെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രപ്പെടുത്തണമേ. അങ്ങയുടെ സന്നിധി ചെലവഴിക്കുന്ന ആ സമയം ആത്മീകമായും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായും ഞങ്ങൾക്കെപ്പോഴും അങ്ങയുടെ മഹത്വത്തിനാക്കി തീർക്കണമെന്നോ ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ഇപ്പോൾ നമുക്ക് ഒരു ഗീതം പാടാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും അങ്ങ് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ അങ്ങേ പൂർണ്ണമായി സ്നേഹിപ്പാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ നിലവിളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കേണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ,
അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശക്തനേ അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. അടിയങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളിച്ചത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവേ കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേതിനോട് സമമതായ നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായ ഒരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിന്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ദൈവസന്നിധിയിൽ ഭയഭക്തിയോടുകൂടെ ഒരുമിച്ച് വന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും കൂടെ അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവത്തിന്റെ കൃപ അന്വേഷിക്കാം. നമ്മുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നമ്മുടെ കൂട്ടുകാരുടെ പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ ക്രിസ്തുവിന്റെ വിശുദ്ധ വഴികൾ കൊണ്ട് നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ദൈവത്തോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ താമസിച്ചിരിക്കുന്നെങ്കിലും ഞങ്ങളെ നീതി വിട്ടകന്നിട്ടില്ല. ഞങ്ങളോട് യേശു ക്രിസ്തുവിൻ ഞങ്ങളുടെ സകല പാപം ഞങ്ങളോട് ക്ഷമിക്കേണ്ടമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷിയിൽ ഉണർത്തേണമേ. മറ്റുള്ളവരുടെ ഹൃദയപൂർവ്വം ക്ഷമിപ്പാനൊക്കെ പ്രാപ്തി നൽകണമേ. അങ്ങയുടെ നാമത്തിന്റെ മുഖത്തിനായി ജീവന്റെ പുതുക്കത്തിൽ മേലാലെങ്കിൽ സേവിപ്പാൻ കൃപ നൽകണമെന്നോ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സത്യമായി ക്രിസ്തുവിൽ കൊടുത്തെങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും വളരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു.
മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മുടെ കരുണയുണ്ടായി നമ്മുടെ സകല പാപങ്ങളെയും ക്ഷമിച്ചു അവയിൽ നമ്മെ വിടുവിച്ചു സകല നന്മയിലും ഉറപ്പിച്ചു ബലപ്പെടുത്തി നമ്മെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെ നാഥനായ ദൈവമേ, ഞങ്ങൾ അങ്ങയോടകുന്ന ശത്രുതയിലായിരിക്കുമ്പോഴും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു നിരന്തരമായ സംസർഗത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ആവശ്യത്തിലിരിക്കുന്നവരുമായി വിഭവങ്ങൾ പങ്കുവെക്കുന്നതിനും അന്യോന്യം ആതിഥ്യം നൽകുന്നതിനും അന്യോന്യം സ്നേഹത്തിൽ സഹോദരീ സഹോദരങ്ങളായി വർത്തിക്കുന്നതിനും ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് ഒന്നാം പാഠം വായിച്ചു കേൾക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ചു പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതുക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതുക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പീൻ. ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറായുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവ് എടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിന് കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന്, കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. ഞാൻ ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതുക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. ഇതോടുകൂടി ഒന്നാം പാഠം അവസാനിച്ചു. ദൈവമേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം, ഇന്ന് കാലത്തേക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 15, സാംസ് 15. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുറള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം വരുത്താതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിൽ എപ്പോഴും നീക്കുള്ളവരും തന്നെ. ആമീൻ. രണ്ടാം പാഠം.
എബ്രായർ എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 13 1-8. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദേവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദൂർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേൾപ്പീൻ. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നഥനയിലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തിലാകിയാൽ മീൻ നിറച്ച വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത് വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാർ ഓരോരുത്തരും, നീ ആർ എന്നവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്തവർ കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചു വരുന്നെടുത്തതിന് ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. കർത്താവിന്റെ സ്തുതിക്കായി നമുക്ക് കീർത്തനം പാടാം. Hallelujah.
നമുക്ക് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായിരിക്കുന്ന ദൈവമേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അങ്ങേ ആരാധിപ്പാൻ, അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കാൻ, ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ വചനം കേൾപ്പാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ പിതാവേ, അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പാനും അപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളോട് ശുശ്രൂഷിക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവിൻ്റെ പുണ്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഇപ്രകാരം നമുക്ക് കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര നാള് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുവാനായിട്ട് പറ്റുമെന്നറിയില്ല. എങ്കിലും നമ്മുടെ ആരാധനാ സ്വഭാവം വിട്ടുകളയാതെ, ഒരുപക്ഷെ ദൈവാലയത്തിൽ നമുക്ക് ഒന്നിച്ചു കൂടുവാൻ കഴിയുന്നില്ലെങ്കിലും ആത്മാവിൻ്റെ ഐക്യത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇപ്രകാരം കർത്താവിനെ ആരാധിപ്പാനും കർത്താവിൻ്റെ വചനം കേൾക്കുവാനും ദൈവം തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ച കാലം കൂടെ തൻ്റെ കരങ്ങളിൽ കൃപയോടെ കാത്ത് പരിപാലിച്ച് സംരക്ഷിച്ച നമ്മുടെ ദൈവം തമ്പുരാൻ ഈ ഒരു ആഴ്ച കാലവും അവൻ്റെ കരങ്ങളിൽ കാക്കട്ടെ. പ്രത്യേകിച്ച് ഏറ്റവും പ്രതികൂലമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രോഗവും ദുഃഖവും ഭാരവും ഒന്നും ഉണ്ടാകാതെ വണ്ണം നമ്മളെ ഓരോരുത്തരെയും കാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരായി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. കർത്താവ് അവരെ ആപത്ത് കൂടാതെ അനർത്ഥം കൂടാതെ കാത്തു പരിപാലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം ദൈവവചന ചിന്തയ്ക്കായിട്ട് നമ്മൾ ഇന്ന് ഒന്നാം പാഠമായിട്ട് വായിച്ച ഉൽപ്പത്തി പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ ഒരു വലിയ ഹോസ്പിറ്റാലിറ്റിയുടെ ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. മമ്രയുടെ തോപ്പിലായിരുന്ന അബ്രഹാമിന് ദൈവത്തിൻ്റെ ദൂതന്മാർ 3 പേര് പ്രത്യക്ഷപ്പെടുന്നതും അബ്രഹാം അവരെ സ്നേഹത്തോടെ സൽക്കരിക്കുന്നതും ആ ദൈവിക പുരുഷന്മാർ അബ്രഹാമിനോട് സംവാദിക്കുന്നതും ഒക്കെയുള്ള ചിത്രമാണ് 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഈ അധ്യായം നമ്മൾ മനസ്സിലാക്കുവാൻ ഇതിൻ്റെ മുൻപിലുള്ള അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അബ്രഹാമുമായിട്ട് ദൈവം ഒരു പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന കാണാൻ സാധിക്കും. ലോത്ത് ഏറ്റവും ഫലഭൂയിഷ്ഠമായ യോർദാന്റെ തീരത്ത് ഏറ്റവും ഫലഭൂയിഷ്ഠമായ സ്ഥലം തിരഞ്ഞെടുത്ത് യാത്രയായപ്പോൾ അബ്രഹാമിന് ശേഷിച്ചിരുന്നത് വെറും മണൽപ്പരപ്പ് മാത്രമായിരുന്നു. അബ്രഹാമിനോട് സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ ആകാശത്തിലേക്ക് നോക്ക്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ഈ തീരത്തെ മണൽത്തരികളെ പോലെയും ഞാൻ നിനക്ക് സന്താനത്തെ തരും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുന്നത് 13-ാം അധ്യായത്തിൽ കാണുകയാണ്. 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവികമായ വാഗ്ദത്തം ഒരു പടിയിലൂടെ മുന്നോട്ട് കടന്ന് ദൈവവും അബ്രഹാമും തമ്മിൽ ഒരു നിയമം ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. 17-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം അല്ലെ 1-ാമത്തെ വാക്യത്തിന്റെ അവസാനം മുതൽ, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കരായിരിക്ക, എനിക്ക് നിനക്ക് മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, ഇനി നിന്നെ അബ്രഹാം എന്നല്ല വിളിക്കേണ്ടുന്നത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കുകയാൽ നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ 13-ാം അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ ദൈവം തമ്പുരാൻ അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നു. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ കാണിച്ചു തരാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക എന്ന് പറഞ്ഞു. ചോദ്യം ചെയ്യാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അപ്രകാരം അനുസരിച്ചുകൊണ്ട് സാറായെ വിളിച്ചുകൊണ്ട് അബ്രഹാം ഇറങ്ങിത്തിരിക്കുകയാണ്. 13-ാം അധ്യായത്തില്
ദൈവം ഒരു വലിയ വാഗ്ദത്തം അബ്രാമിന് കൊടുക്കുന്നതാ കാണാൻ സാധിക്കുന്നത്. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രാമിന്റെ 86-ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടുവാൻ കാലതാമസമുണ്ടായപ്പോൾ സാറായിയുടെ അതിബുദ്ധി കാരണം ഹാഗാറിനെ പരിഗ്രഹിച്ചുകൊണ്ട് ഇസ്മായേൽ എന്ന മകൻ ജനിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ 17-ാം അധ്യായത്തിന്റെ പ്രാരംഭം എന്താണെന്ന് ചോദിച്ചാൽ അബ്രഹാമിന് 99 വയസ്സായപ്പോൾ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രസ്താവനയുടെ സാങ്കത്യം എന്ന് പറയുന്നത് അബ്രഹാം ബലഹീനനായി തീർന്നപ്പോൾ, മാനുഷികമായിട്ടുള്ള കഴിവുകളാൽ ഒരു കുഞ്ഞ് ജനിക്കുവാനുള്ള സാധ്യത ഇല്ലാതായി തീർന്നപ്പോൾ, മാനുഷികമായ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവം തമ്പുരാൻ തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാനായിട്ട് അമാന്തിച്ച് തന്റെ വാഗ്ദത്തം ഇനിയും നിറവേറ്റപ്പെടുമോ എന്ന് സംശയിച്ച് ഇസ്മായേലില് തന്റെ ആ ഒരു വലിയ വാഗ്ദത്തം നിവർത്തി കാണുവാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന അബ്രാമിനോട് ദൈവം തമ്പുരാൻ ഒരു പുതിയ നിയമം ചെയ്യുന്നത്. ഒരു പുതിയ നിയമം ചെയ്യുക മാത്രമല്ല, അബ്രാമിനെ അവസ്ഥയ്ക്ക് മാറ്റുക. ഇനി നീ അബ്രാം എന്നല്ല വിളിക്കപ്പെടുന്നത്, പിന്നെയോ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചിരിക്കയാൽ. ഇതൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അബ്രാമിന് ആകപ്പാടെ ഹാഗാറിൽ ജനിച്ച ഇസ്മായേൽ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞേ ഉള്ളൂ. ഹാഗാറിനെ സാറായി വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാ. അവിടെയാ ദൈവം തമ്പുരാൻ പറയുന്നത് ഈ പുതിയ നിയമത്തിന്റെ ഏറ്റവും ആഴമേറിയ മർമ്മം, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് നീ ഇനി അബ്രഹാം എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്നത്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു വാക്യത്തിൽ താഴേക്ക് വരുന്നത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. 17-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, അതിന് ഇടയിലേക്ക് ഞാൻ പിന്നെ തിരിച്ചു വരും. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു, 100 വയസ്സുള്ളവന്റെ മകൻ ജനിക്കുമോ? 90 വയസ്സായ സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അപ്പോൾ അബ്രഹാമിന്റെ സകല പ്രതീക്ഷകളും അവിടെ തീർന്നു. അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയാണ്, ഇനിയും എനിക്കെങ്ങനെയാ കുഞ്ഞുണ്ടാകുന്നത്? 100 വയസ്സുള്ളവന് കുഞ്ഞുണ്ടാകുമോ? 90 വയസ്സുള്ള സാറ ഇനി പ്രസവിക്കുമോ? അതുകൊണ്ട് ഹാഗാറിൽ കൂടെ എനിക്ക് ലഭിച്ച ഇസ്മായേല് ദൈവസന്നിധിയിൽ ജീവിച്ചാൽ മതി എന്നൊക്കെ ഇസ്മായേലിൽ തന്റെ ജീവിതത്തിന്റെ സാഫല്യവും തന്റെ ജീവിതത്തിന്റെ സന്തോഷവും സംതൃപ്തിയും ഒക്കെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന അബ്രഹാമിനെ അവിടെ കാണാൻ സാധിക്കുന്നു. ആ അബ്രഹാമിനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അബ്രഹാമേ, അല്ല, നിന്റെ ഭാര്യയായിരിക്കുന്ന സാറായിൽ തന്നെ ഞാൻ നിനക്കൊരു മകനെ തരും, അവന് ഇസ്ഹാക്ക് എന്ന് പേര് വിളിക്കണം എന്ന് പറയുകയാണ്. മനുഷ്യ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ അറ്റുപോകുമ്പോൾ, മനുഷ്യ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ അറ്റുപോകുമ്പോൾ, മനുഷ്യ ജീവിതത്തിന്റെ സാധ്യതകൾ അറ്റുപോകുമ്പോൾ, മനുഷ്യ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെ അത്രേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ജീവിതം അപ്രകാരമാണ്. ഏറ്റക്കുറച്ചിലുകൾ നിറഞ്ഞതാണ് നമ്മുടെയൊക്കെ ജീവിതം. ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷകളുടെ കൊടുമുടിയിലാണെങ്കിൽ അടുത്ത സമയം നമ്മൾ പ്രതീക്ഷകൾ കൈവിട്ടവരാകും. ഒരു സമയത്തോ നമ്മൾ വിശ്വാസത്തിന്റെ കൊടുമുടിയിലാണെങ്കിൽ അടുത്ത സമയത്തോ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ വിശ്വാസത്തെ പോലും സംശയിക്കത്തക്ക കാര്യങ്ങളിലാകാം. നമ്മൾ പലപ്പോഴും സാധാരണയായി അങ്ങനെയുള്ള അവസരങ്ങളിൽ പറയാറുണ്ട്, അയ്യോ, ഇങ്ങനെ അങ്ങ് ജീവിച്ച് പോയാ മതി, ഇനിയൊന്നും എനിക്ക് പ്രതീക്ഷിക്കാനില്ല. എങ്ങനെയെങ്കിലും ഇങ്ങനെ ഉള്ളതിലൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ സംതൃപ്തി കണ്ടെത്തിക്കൊണ്ട്, ഉള്ളതിലൊക്കെ സന്തോഷിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ജീവിതം അങ്ങ് മുന്നോട്ട് നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം. അവിടെയാണ് ഈ വാക്യത്തിന്റെയും ഈ സംഭവത്തിന്റെ പ്രസക്തി ഉള്ളത്. അതിന്റെ മധ്യത്തിൽ ഇടപെടുന്ന ഒരു ദൈവം ഇസ്മായേലിൽ സന്തോഷിക്കുവാനല്ല
ദൈവം വാഗ്ദത്തം കൊടുത്തത്. മറിച്ച് സാറായിൽ തന്നെ ഒരു വാഗ്ദത്ത സന്തതിയെ കൊടുത്തിട്ട് ആ ഇസഹാക്കിൽ തന്റെ ജീവിതത്തിന്റെ പ്രബോധം കണ്ടെത്തുവാൻ, തന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ദൈവിക വാഗ്ദത്ത നിവർത്തി കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടപെടുന്നവനായ ഒരു ദൈവത്തെ അത്രേ കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ അതൊരു പക്ഷേ വചന ശുശ്രൂഷയിൽ കൂടെ ലഭിച്ചതായിരിക്കാം, ദൈവവചന പഠനത്തിൽ കൂടെ ലഭിച്ചതായിരിക്കാം, ദൈവവചനം സംസാരിക്കുമ്പോൾ ലഭിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ അന്തരംഗത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പകർന്നു തന്ന ദൈവിക വാഗ്ദത്തങ്ങളായിരിക്കാം. എന്നാൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെങ്കിൽ അവൻ ആ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വാഗ്ദത്തം നിവർത്തി താമസിച്ചു പോയെന്ന് വിചാരിച്ച് ഭാരപ്പെടേണ്ട. വാഗ്ദത്തം നിവർത്തി താമസിച്ചു പോയി എന്ന് വിചാരിച്ച് ഉള്ളതിലൊക്കെ തൃപ്തിപ്പെട്ടങ്ങോട്ട് പോകുവാനല്ല, പിന്നെയോ ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവകാശം പറഞ്ഞു ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ ദൈവിക ഇടപെടലിനായി കാത്തിരിക്കുകയാണെങ്കിൽ ദൈവം തമ്പുരാൻ നിന്റെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഈ ഒരു വാഗ്ദത്ത നിവൃത്തിയുടെ ഒരു പുതിയ പ്രോമിസ് അബ്രഹാമിന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു സംഗതിയുണ്ട്. അത് ഇന്ന് ഞാൻ ഊന്നി പറയുവാനായിട്ട് ആഗ്രഹിക്കുക. അതിനിടയിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? ദൈവം ഒരു നിയമം പ്രമാണിക്കണം എന്ന് പറയുക. 9-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, നീയും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യമുള്ളവനും നിങ്ങൾ എൻ്റെ നിയമം പ്രമാണിക്കണം. എന്നിട്ട് പറയുന്നു, എന്താണ് നിയമം എന്നറിയാമോ? നിന്റെ ഇടയിലുള്ള പുരുഷ പ്രജകളൊക്കെയും പരിച്ഛേദന ഏൽക്കണം എന്നുള്ളതാണ്. ഈ പരിച്ഛേദനയെ ദൈവം തമ്പുരാന് ദൈവം തെരഞ്ഞെടുത്ത് തന്റെ ജനത്തിനു വേണ്ടി നിഷ്കർഷിക്കുന്നത് ഇവിടെ ആദ്യമായിട്ട് വേദപുസ്തകം കാണുവാനായിട്ട് സാധിക്കും. പരിച്ഛേദന എന്ന് പറയുമ്പോൾ, സർക്കംസിഷൻ എന്ന് പറയുമ്പോൾ അഗ്രചർമ്മത്തിന്റെ പരിച്ഛേദന നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അതെന്താണ്, എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞത് എന്ന് ഈ വേദഭാഗം സസൂക്ഷ്മമായിട്ട് പറയുന്നുണ്ട്. 11-ാം അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിന്റെ അടയാളം ആയിരിക്കും. അപ്പോൾ ഈ പരിച്ഛേദന ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ആസ് എ സൈൻ ഓഫ് ദ കവനന്റ് റിലേഷൻഷിപ്പ് ദാറ്റ് ഗോഡ് ഹാസ് മെയ്ഡ് വിത്ത് എബ്രഹാം. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ, ഞാൻ നിനക്കും എനിക്കും മധ്യേ ഒരു നിയമം സ്ഥാപിക്കും. ആ നിയമം സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമായിട്ട് നീയും നിന്റെ പുരുഷപ്രജയും പരിച്ഛേദന ഏൽക്കണം എന്ന് പറയുകയാണ്. അപ്പോ ഈ പരിച്ഛേദന ദൈവമക്കൾക്ക് വേണ്ടി അവൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നത് ദൈവമക്കളെ ഓർമ്മിപ്പിക്കുവാനായിട്ടാണ്. എന്താ ഓർമ്മിപ്പിക്കുന്നത്? I'm under a law. I'm under a covenantal relationship with God. ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയുടെ നിയമപ്രകാരം ബന്ധിക്കപ്പെട്ടവരാണ് നാം എന്നുള്ള നിയമമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ പരിച്ഛേദന ഏൽക്കുന്നതിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നതാ every child of God is being reminded of that covenant relationship that God has made with him. അപ്പോൾ ഓരോ സമയവും അത് തൻ്റെ ജനത്തെ ഓർമ്മിപ്പിക്കുവാനായിട്ടാണ്. എന്നാൽ ആ പരിച്ഛേദന എപ്രകാരമായിരിക്കണമെന്ന് അല്പം കൂടെ ആഴമായിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ വില കൊടുത്ത് നിന്റെ വീട്ടിൽ ജനിച്ച ദാസന് നീ വില കൊടുത്ത് വാങ്ങിയവന് പരിച്ഛേദന ഏൽക്കണം. എന്നിട്ട് പറയുന്നു, എൻ്റെ നിയമം നിന്റെ ദേഹത്തിൽ നിത്യ നിയമം ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അവന്റെ ശരീരത്തിൽ he carries a mark, he carries an emblem or a sign in his body, a sign of God's covenant relationship, a sign where God has made a law in between Abraham and God. ഒരു നിയമത്തിന്റെ
സത്യനിയമത്തിന്റെ ബന്ധത്തിലുള്ളവരാണ് താനും തൻ്റെ ദൈവമെന്ന് തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരടയാളം തൻ്റെ ശരീരത്തിൽ പേറുവാനായിട്ട് ദൈവം പറയുകയാണ്. അപ്പൊ അങ്ങനെ ദൈവിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ നിയമത്തിന്റെ ഉടമ്പടിയിൽ വന്ന അബ്രഹാമിനോടാണ് ദൈവത്തിന്റെ ഈ വലിയ വാഗ്ദത്തം ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതിനെ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വേണ്ടി വ്യാഖ്യാനിച്ചു തന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പുതിയ സഭയായിരിക്കുന്ന നാമും പരിച്ഛേദന ഏൽക്കേണ്ടുന്നവരാണ്. ഈ പരിച്ഛേദന ദൈവവും നമ്മളുമായിട്ടുള്ള ഉടമ്പടിയെ കാണിക്കുന്നതാകുന്നുവെങ്കിൽ ആ പരിച്ഛേദന നമ്മുടെ ശരീരത്തിൽ വഹിക്കുവാനായിട്ട് ദൈവത്തിന്റെ കൽപ്പന ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് ദൈവപൈതലെ വിശ്വാസിയെ നീങ്ങാനും നിന്റെ ശരീരത്തിൽ ഒരു പരിച്ഛേദനയുടെ അടയാളം ഉള്ളവരായിരിക്കണം. ആ പരിച്ഛേദന അടയാളം എവിടെയാ ഉണ്ടാകേണ്ടുന്നത് എന്ന് പൗലോസ് പറയുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം മുതൽ അല്ലെങ്കിൽ 29-ാമത്തെ വാക്യത്തിലേക്ക് പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും എന്ന് പറയുന്നു. അപ്പോൾ എവിടെ പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര യാഗത്തിൽ കൂടെ പാപക്ഷമ ലഭിച്ചോ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ആ ഒരു വലിയ ഉടമ്പടിയുടെ അടയാളം നിന്റെ ശരീരത്തിൽ ഉണ്ടാകണം. എവിടെയാണെന്ന് അറിയാമോ? നിന്റെ ഹൃദയത്തിൽ പരിച്ഛേദന ഏൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ആത്മാവിലുള്ള പരിച്ഛേദനയാണ്. ആത്മാവിലുള്ള പരിച്ഛേദന ഏൽക്കുന്നവർക്ക് ദൈവത്തിന്റെ പുകഴ്ച ലഭിക്കും എന്ന് പറയുകയാണ്. ഇന്ന് പകൽക്കാലം യെസ് മൈ ഡിയർ ബിലവേഴ്സ്, നമുക്കൊരു പരിച്ഛേദന ആവശ്യമുണ്ട്. നാം പരിച്ഛേദനയുടെ അടയാളം വഹിക്കേണ്ടുന്നവരാ. അത് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുള്ള പരിച്ഛേദനയല്ല, മറിച്ച് നമ്മുടെ അന്തരംഗത്ത്, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സുകളിൽ ദൈവത്തിന്റെ ആത്മാവ് വരുത്തുന്ന രൂപാന്തരത്തിന്റെ അടയാളമായിരിക്കുന്ന പരിച്ഛേദന ഏൽക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നീയും ഞാനും യേശു ക്രിസ്തുവിൽ കൂടെ ഒരു പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചവരാ. ആ പുതിയ ഉടമ്പടിയുടെ അടയാളം നിന്റെ ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള യാഗമായിട്ട് സമർപ്പിപ്പീൻ എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു യാഗമാ നമ്മുടെ പരിച്ഛേദനയുടെ അടയാളമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹൃദയത്തിൽ പരിച്ഛേദന പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾക്ക് ദൈവസന്നിധിയിൽ പുകഴ്ച ലഭിക്കും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ അന്തരംഗത്തിലേക്കൊന്ന് കടന്നു നോക്കുവാൻ, do you have a sign of that covenant or relationship that God has established with you through Jesus Christ? അത് എപ്പോഴാണ് ഉണ്ടാകുന്നറിയാമോ? നമ്മൾ സാധാരണ പറയുന്ന കൊളോക്കിയൽ ലാംഗ്വേജ് പറഞ്ഞാൽ നിന്റെ മാനസാന്തരത്തിൽ കൂടെയാ ഉണ്ടാകുന്നത്. മാനസാന്തരപ്പെട്ട ദൈവത്തിന്റെ മക്കൾക്ക് ലഭിക്കുന്ന അടയാളമാണ്, ആ പരിച്ഛേദനയുടെ അടയാളമാണ് ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന് പറയുന്നത്. ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആവർത്തന പുസ്തകത്തിന്റെ 10-ാം അധ്യായത്തില് ഇങ്ങനെ, അല്ലെങ്കിൽ അതിലേക്ക് 30-ാം അധ്യായത്തില് ഇങ്ങനെ പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തില് ഇവിടെ ഇങ്ങനെ മോശയിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ
പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്തിനാ ഈ പരിച്ഛേദന ദൈവം തമ്പുരാൻ ചെയ്യുന്നത്? So that you may live. നീ ജീവിച്ചിരിക്കേണ്ടത്. എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും എന്നേക്കും ജീവിക്കും. അപ്പോൾ ഈ പരിച്ഛേദന നിന്റെ ജീവിതത്തിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള സംഗതിയാണ്. ജഡികമായി ജീവിച്ചിരിക്കുവാനല്ല. നിന്റെ ജഡികമായ ജീവിതത്തിന്റെ അവസാനം എപ്പോഴാണെന്ന് ആർക്കറിയാം? ഏത് വയസ്സിലാണെന്ന് ആർക്കറിയാം? 40, 50, 60, 70, 80. എന്നാൽ ഇപ്രകാരമുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോഴും എന്റെ കർത്താവിൽ നീ എന്നും ജീവിച്ചിരിക്കേണ്ടതിന് ഈ ആത്മാവിന്റെ പരിച്ഛേദന നിന്റെ ജീവിതത്തിൽ ആവശ്യമാണ്. അത് ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യും എന്ന് പറയുകയാണ്. ജീവിച്ചിരിക്കേണ്ടതിന് മാത്രമല്ല, പിന്നെയോ നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം. So that you may love your God with full heart and whole mind. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തിന്റെ യഹോവയായ ദൈവത്തെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഹൃദയത്തിൽ പരിച്ഛേദനയേറ്റ ദൈവത്തിന്റെ മക്കളായിരിക്കാനാണ്. ഇന്ന് പകൽക്കാലം ഞാൻ മുമ്പോട്ട് കടന്നു പോകട്ടെ. അബ്രഹാമിന്റെ മെമ്പറുടെ തോപ്പിൽ യഹോവയായ ദൈവം തന്റെ പുരുഷന്മാരെ വാഗ്ദത്ത നിവൃത്തിയുടെ ഓർമ്മിപ്പിക്കലിനായിട്ട് അയക്കുന്നതിന് മുമ്പ് ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനയാണ്, നിങ്ങൾ ഒരു പരിച്ഛേദനയേക്കണം. ഞാനും നിങ്ങളുമായിട്ടുള്ള നിയമത്തിന്റെ അടയാളമായി ആ പരിച്ഛേദന നിന്റെ ശരീരത്തിൽ ഉണ്ടാകണം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്ന് പകൽക്കാലം യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമുക്ക് ഒരു പരിച്ഛേദനയുടെ അടയാളം അത്യാവശ്യമാണ്. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ നിവർത്തിയാകുവാനായിട്ട്. ദൈവം നിന്റെ ജീവിതത്തിന്റെ നിരാശയിലേക്ക്, ദൈവം നിന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷ അറ്റ അവസരങ്ങളിലേക്ക്, ദൈവം നിന്റെ ജീവിതത്തിന്റെ അസാധ്യങ്ങളിലേക്ക് ഇടപെടുവാനായിട്ട് ഒരു നിയമത്തിന്റെ അടയാളം വഹിച്ചവരായി ജീവിപ്പാൻ ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥ പ്രകാരമാണ്. നാം ഇപ്പോഴും ഹാർട്ടഡായിട്ട് കല്ലുപോലുള്ള ഹൃദയത്തോടുകൂടെ വചനം കേൾക്കുന്നുണ്ട്, ആത്മീക പ്രക്രിയകളിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഹൃദയം രൂപാന്തരപ്പെടാത്തവരായി ദൈവത്തിന്റെ ആത്മാവിന് നമ്മുടെ ഹൃദയത്തെ ക്രിയ ചെയ്യുവാൻ കഴിയാത്തതായി ഇന്നും നാം കഠിന ഹൃദയരായിരിക്കുന്നുവെങ്കിൽ ഈ ദൈവികമായ നിയമത്തിന് നാം പങ്കാളികളല്ല എന്നും ദൈവികമായ ഇടപെടലിന് നമുക്ക് അർഹതയില്ല എന്നും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യവും 12-ാം വാക്യത്തിന്റെ അവസാന 13-ാമത്തെ വാക്യത്തിലും ഞാൻ അല്ലെങ്കിൽ 12-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കാം. ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവിടെ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സേവിപ്പാനും നിന്റെ നന്മയ്ക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും പ്രമാണിക്കണമെന്നല്ലാതെ മറ്റെന്തെങ്കിലും ഞാൻ നിന്നോട് ചോദിക്കുന്നുണ്ടോ? താഴോട്ട് വരുമ്പോൾ 16-ാമത്തെ വാക്യത്തിൽ ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീൻ.
ഇനിമേൽ നിങ്ങൾ ദുസ്സാഠ്യമുള്ളവരാകരുത്. എത്ര ഹൃദ്യമായിട്ടാ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. എത്ര സൗമ്യതയോടുകൂടിയാ ദൈവത്തിന്റെ വചനം പറയുന്നത്. ആകയാൽ അടുത്ത വാക്യം കൂടെ വായിക്കുമ്പോൾ, ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളതാകും. നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു. അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെ ഇന്നുള്ളതുപോലെ അവൻ സകല ജാതികളിലും വെച്ച് തിരഞ്ഞെടുത്തു. എന്നിട്ടാ പറയുന്നത്, ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീൻ. ഇനി ദുശാഠ്യക്കാരാകരുത്. നമ്മുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തൊരു ദൈവം ഇന്ന് പകൽക്കാലം ഒന്ന് പുറകോട്ട് തിരിഞ്ഞു ചോദിക്കുവാനായിട്ട്, 10, 40, 45, 50 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചു ചെറിയ ഭവനങ്ങളിൽ അഷ്ടിക്ക് വകയില്ലാതെ മണ്ണിനോട് മല്ലിട്ട് 3 നേരം സുഭിഷ്ടമായി ആഹാരം കഴിക്കുവാനില്ലാതെ കപ്പയും കാച്ചിലും ചേനും ചേമ്പും ഒക്കെ കഴിച്ച് എങ്ങനെയെങ്കിലും കർത്താവേ എൻ്റെ മക്കളെ ഒന്ന് അനുഗ്രഹിക്കണമേ. അന്ന് 1, 2 ഒന്നും അല്ലായിരുന്നല്ലോ മക്കള്, 5, 6, 7, 8 മക്കളൊക്കെ ആയിരുന്നു. കുഞ്ഞുങ്ങള് ഇങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ ആയിരുന്നു. ആൺമക്കളും ഉണ്ട്, പെൺമക്കളും ഉണ്ട്. പിതാക്കന്മാരുടെ ദൈവസന്നിധിയിൽ ജാഗരിച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു ഭേദം വരുത്തണമേ എന്നവർ പ്രാർത്ഥിച്ചു. നിന്റെ പിതാക്കന്മാരെ യഹോവയായ ദൈവം സ്നേഹിച്ചു. വാക്യമത പറയുന്നത്, നിന്റെ പിതാക്കന്മാരെ യഹോവയായ ദൈവം സ്നേഹിച്ചു. അതിനുശേഷം അവരുടെ സന്തതിയായിരിക്കുന്ന നിങ്ങളെയും ആ സ്നേഹത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും പാത്രീഭൂതരായി തീരുവാൻ, പങ്കാളികളാകുവാൻ ദൈവം തിരഞ്ഞെടുത്തു. അത് തന്നെയാ പറയുന്നത്, സകല ജാതികളിലും വെച്ച് നിങ്ങളെ അവൻ തിരഞ്ഞെടുത്തു. പക്ഷേ നിങ്ങൾ ഇന്ന് ദുസ്സാഠ്യമുള്ളവരായി മാറിയിരിക്കുക. അതല്ലേ അവസാനം പറയുന്നത്, മേലിൽ നിങ്ങൾ ദുസ്സാഠ്യമുള്ളവരാകരുത്. മേലിൽ നിങ്ങൾ ദുസ്സാഠ്യമുള്ളവരാകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് ഈ വാക്യം ഇന്ന് പകൽക്കാലം വിരൽ ചൂണ്ടുകയാണ്. ഈ വാക്യം ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. നമ്മുടെ പിതാക്കന്മാരെ സ്നേഹിച്ച ദൈവം അവന്റെ കരുണയാൽ നമ്മളെ വീണ്ടെടുത്ത് നമ്മളെയും അവന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി തീർന്നപ്പോൾ നാം ദുസ്സാഠ്യമുള്ളവരായി തീർന്നോ? അതുകൊണ്ട് എന്തു ചെയ്യണമെന്നാ പറയുന്നത്? നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദനയേറ്റവരായി. കർത്താവ് നിങ്ങളോട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞത്, യഹോവയായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുകയും സേവിക്കുകയും നിന്റെ നന്മയ്ക്കായി ദൈവം നിന്നോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാനല്ലാതെ വേറെ ഒന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ഈ ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കുന്നത് നിനക്ക് നന്മയ്ക്കായിട്ടാണ് എന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്. സമയം പോയല്ലോ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, അബ്രഹാം അപ്രകാരം അനുസരിച്ചു. താഴോട്ട് 24-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വരുമ്പോൾ, അബ്രഹാം പരിച്ഛേദനയേറ്റു. തൻ്റെ മകനായിരിക്കുന്ന ഇസ്മായേൽ പരിച്ഛേദനയേറ്റു. അവർ പരിച്ഛേദനയേറ്റപ്പോഴുള്ള പ്രായം പറയുന്നുണ്ട്. മാത്രമല്ല, വീട്ടിലെ ദാസന്മാരും മറ്റുള്ളവരെല്ലാവരും പരിച്ഛേദനയേറ്റു. ദൈവം പറഞ്ഞ കൽപ്പന അപ്രകാരം ദൈവം അനുസരിച്ചു. അബ്രഹാമും കൂട്ടരും അനുസരിച്ചു. അവിടെയാണ് നമ്മുടെ തോപ്പിൽ വിശ്രമിക്കുന്ന അബ്രഹാമിന്റെ അടുക്കിലേക്ക് ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുന്നത്. എന്തിനാ അയച്ചെന്നറിയാമോ? അബ്രഹാമിന്റെ ആതിഥേയത്വം സ്വീകരിക്കാനായിട്ടല്ല. അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. സാറായോട് ചെന്ന് പറഞ്ഞു, വലിയ സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ പെയ്യ വിഷയത്തിലേക്ക് വരിക. എന്നിട്ട് ചോദിച്ചു, സാറ എന്തിയേ? സാറ അകത്തുണ്ട്. എന്നിട്ട് പറഞ്ഞു, അടുത്ത വർഷം ഞാൻ പിന്നെയും നിന്നെ സന്ദർശിക്കും. 10-ാമത്തെ വാക്യം, 18-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഒരാണ്ടൂടെ കഴിഞ്ഞിട്ടോ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. 13-ാം അധ്യായത്തില് ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് യഹോവയായ ദൈവം കൊടുത്ത
ഒരു വലിയ വാഗ്ദത്തത്തിന്റെ നിവർത്തി ഇവിടെ ഉണ്ടാകുന്നത് കാണാനായിട്ട് സാധിക്കുക. ഇതിനിടയിൽ ഒരു ദൈവിക പ്രമാണം അനുസരിക്കുന്ന അബ്രഹാമിനെ കാണുന്നു. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഈ വാക്ക് കേട്ടപ്പോൾ സാറാ ചിരിച്ചു എന്നൊക്കെ നമ്മൾ ഇതായിട്ട് വായിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഇത് അവാസ്തവമല്ലേ? ഇത് നടക്കുന്ന കാര്യമാണോ? മാനുഷികമായി ഈ 100 വയസ്സായി എനിക്കെങ്ങനെയാ 90 വയസ്സ്? ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷെ 14-ാമത്തെ വാക്യത്തിൻ്റെ ഒരു വാക്യം പറയുന്നുണ്ട്, യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ദൈവവചനത്തിൻ്റെ അധികാരിയെ പറയട്ടെ, യഹോവയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. യഹോവയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. നിനക്കെത്ര അസാധ്യമെന്ന് തോന്നുന്നെങ്കിലും, നിനക്കെത്ര സങ്കീർണമാണെന്ന് തോന്നുന്നെങ്കിലും, നിനക്ക് സാധ്യതകളൊന്നും ഇല്ല എന്ന് തോന്നുന്നെങ്കിലും, യഹോവയാൽ കഴിയാത്ത ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് അവന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ നമുക്ക് തന്നിരിക്കുന്ന ആ വലിയ നിയമത്തിന്റെ അടയാളമായിരിക്കുന്ന ഹൃദയത്തിന്റെ പരിച്ഛേദന ഏറ്റുകൊണ്ട് ദൈവകൽപ്പന അനുസരിക്കുന്നവരായി, കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവരായി ഈ ഭൂമിയിൽ മുന്നേറുവാൻ, അങ്ങനെ ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ആ വാക്യം എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് വീണ്ടും പറഞ്ഞെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാനും സേവിപ്പാനും നിന്റെ നന്മയ്ക്കായി ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രമാണങ്ങളെ അനുസരിക്കുവാനും അല്ലാതെ ദൈവം നമ്മളോടൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, നിന്റെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മത്തിൻ്റെ പരിച്ഛേദനയേറ്റവരായി, ഈ ആത്മാവിൻ്റെ പരിച്ഛേദനയേറ്റവരായി ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ അവകാശം പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. തലയുടെ വണക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളോട് അവിടുന്ന് പങ്കിട്ട ദൈവവചനത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ല കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ദുശാഠ്യക്കാരായിട്ടുണ്ട്. അവിടുത്തെ ആത്മാവിൻ്റെ പരിച്ഛേദന ഏറ്റുകൊണ്ട്, അത് ഞങ്ങളുടെ നിയമത്തിൻ്റെ അടയാളമായി ഏറ്റുകൊണ്ട് ദൈവവാഗ്ദത്തങ്ങളുടെ പങ്കാളികളായി തീരുവാൻ സഹായിക്കണമേ. തുടർന്ന് ഞങ്ങളോട് ഇടപെട്ടാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ നമുക്ക് ഏറ്റു പറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായിട്ടും സകലത്തെയും സൃഷ്ടിച്ചവനായ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകത്തിന്റെ പിതാവും ദൈവത്തിന്റെ ദൈവം, ആകാശത്തിന്റെ പ്രകാശം, സത്യദൈവത്തിന്റെ സത്യം, ജനിക്കപ്പെട്ടുണ്ട്, പിതാവിനോട് തത്വപ്പെട്ടു, അവനാൽ സകലമുണ്ടായി, മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കുവേണ്ടി സ്വന്തം പരിശുദ്ധാത്മാവിനാൽ കന്യമറിയാവുന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ അവന്റെ രാജ്യത്തിനും പ്രവാചനെ കൊണ്ട് പറയിച്ചു ഞാൻ കാത്തിരിക്കുന്നു. അല്പസമയം നമുക്ക് ആ പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിക്കാം. കർത്താവ് നമ്മളോട് സംസാരിച്ച വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശ്വാസത്തിൻ്റെ ഉറപ്പില് ധൈര്യത്തോടെ മുന്നേറുവാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. അന്ധകാര സമാനമായ ജീവിത സാഹചര്യങ്ങളിൽ ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ പ്രത്യാശയിൽ ശരണപ്പെട്ടുകൊണ്ട് ഇസ്രായേലിന്റെ കരച്ചിൽ കണ്ട് ദൈവം തമ്പുരാൻ നമ്മുടെ കരച്ചിൽ കണ്ട് വീണ്ടെടുപ്പുകാരനായ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവനിൽ ശരണപ്പെട്ട് മുന്നേറുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുമാറാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ സഭയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ വ്യക്തികളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലും ക്ഷീണതയിലുമായിരിക്കുന്നവരെ പ്രത്യേകം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവെ, ഈ വലിയ വിപത്തിൻ്റെ യാതൊരു പ്രയാസവും അവരെ ബാധിക്കാതെ വണ്ണം കർത്താവ് അവരെ കാത്ത് പരിപാലിച്ചു. ദൈവനാമം മഹത്വപ്പെടുവാൻ സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. രോഗികളുമായിട്ട് നേരിട്ട് സമ്പർക്കമുള്ളവരുണ്ട്, പരോക്ഷമായിട്ട് സമ്പർക്കമുള്ളവരുണ്ട്. കർത്താവെ, അവരുടെ ശുശ്രൂഷകളിൽ അവരെ ബലപ്പെടുത്തുകയും അവിടുത്തെ രക്തവളപ്പിൽ അവരെ സൂക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങിങ്ങായ അനേക നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ രോഗബാധിതരായി എന്ന് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നാൽ കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരാൾ പോലും വേദനയിൽപ്പെടാതെ വണ്ണം എൻ്റെ കർത്താവ് കാത്തു സൂക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെയും ലോകമെമ്പാടും COVID-19 ഭാരപ്പെടുന്ന എല്ലാവരും ഓർക്കാം. ഉറ്റവരുടേവര്, നഷ്ടപ്പെട്ടവര്, ജീവനായിട്ട് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്നവര്, തൊഴിൽ നഷ്ടപ്പെട്ടവര്, ബിസിനസ് തകർന്നവര്, അങ്ങനെ വിവിധ തലത്തില് ജീവിതത്തിന്റെ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. വിടുതൽ അങ്ങയുടെ പക്കല, ആശ്വാസം അങ്ങയുടെ പക്കല, നീക്കുപോക്ക് അങ്ങയുടെ പക്കല. കർത്താവെ, അത് ഞങ്ങൾക്ക് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. ദക്ഷിണേന്ത്യ സഭയും അതിന്റെ മോഡറേറ്ററേയും, ഉത്തരേന്ത്യ സഭയും അതിന്റെ മോഡറേറ്ററേയും, മർത്തമാ സഭ അതിന്റെ മെത്രാപ്പൊലീത്തായും, മറ്റ് ബിഷപ്പുമാര്, അച്ഛന്മാര്, ശുശ്രൂഷകര്, മിഷണറിമാര്, കർത്താവിന്റെ വേലയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ കാലങ്ങളിൽ പ്രത്യേകിച്ച് ഓൺലൈനിൽ കൂടെ ചെയ്യപ്പെടുന്ന ശുശ്രൂഷകള് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ പ്രിയനെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അല്പസമയം കൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിൽ വരുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംസർഗവും കൂട്ടായ്മയും നടത്തിപ്പും കാവലും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ധനാർപ്പണത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇതാ സഹോദരന്മാരൊത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭം, എത്ര മനോഹരമാകും. അപ്പം എന്താകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെ അടയാളമായിട്ട് നമുക്ക് കൈ സ്വീകരിക്കാം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇപ്പോൾ നമുക്ക് ഒരു ഗീതം പാടാം.
നിത്യമെനിക്കു സുഖമേ കൃപയാലേ യേശുവിൻ സ്വന്തമാത്രേ ഞാൻ എന്നുമെന്നും യേശുവിൻ സ്വന്തമാത്രേ ഞാൻ ശാന്തമാമെന്നാത്മാവേ കാന്തനാം നിന്നിൽ നിന്നു ഹന്തപേരിപ്പാനും നേരും കഴിവില്ല യേശുവിൻ സ്വന്തമാത്രേ ഞാൻ എന്നുമെന്നും യേശുവിൻ സ്വന്തമാത്രേ ഞാൻ എന്നോടെ ഗോരവേനെ മന്നവ മന്നനീശോ നിന്നോടെ മഹത്വത്തിനായി മാത്രമെന്നും യേശുവിൻ സ്വന്തമാത്രേ ഞാൻ എന്നുമെന്നും യേശുവിൻ സ്വന്തമാത്രേ ഞാൻ എന്റെ ഹൃദയവേദാ നിന്റെ മുൻപിൽ വയ്ക്കുന്നേ നിന്റെ ചിന്തയെനിക്കു താ കൃപയാലേ യേശുവിൻ സ്വന്തമാത്രേ ഞാൻ എന്നുമെന്നും യേശുവിൻ സ്വന്തമാത്രേ ഞാൻ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, അങ്ങയുടെ ശിഷ്യന്മാരുടെ നടുവിൽ അവിടുന്ന് സന്നിധനായിരുന്നത് പോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്നപ്പം നിൽക്കുന്നതിൽ അങ്ങേ തന്നെ വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടെ ആചരിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവീൻ. ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നതോ ഏറ്റവും യുക്തനായും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. എന്നാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള പുനരുത്ഥാനത്തിനായി ഞങ്ങൾ പ്രത്യേകം അങ്ങയെ സ്തുതിക്കേണ്ടതാകുന്നു. ക്രിസ്തു തന്റെ മരണം കൊണ്ട് മരണത്തെ നശിപ്പിക്കുകയും തന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങൾക്ക് ജീവൻ വീണ്ടും നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവദൂതന്മാരോടും പ്രധാനദൂതന്മാരോടും സത്യത്തിലെ സകലസംഘത്തോടും എപ്പോഴും നിന്നെ സ്തുതിച്ചു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള അങ്ങയുടെ ആദരസ്നേഹം കൊണ്ട് അങ്ങയുടെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുപ്പാനും
ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണമനുഭവിപ്പാനും തന്നുവല്ലോ. ക്രിസ്തു ഒരിക്കലായി തന്നെ വഴിപാട് അർപ്പിച്ചതിനാൽ സർവലോകത്തിന്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്നയാകും വഴിപാടും പ്രതിഷ്ഠാനം തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളും തന്റെ വലിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തന്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. ക്രിസ്തുതാനെറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞ ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ അവർ കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു. നിങ്ങൾ ഇതിനെ കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. നിന്റെ അതുകൊണ്ടോ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ പുത്രന്റെ വിലയേറിയ മരണം കഷ്ടപ്പാടും ക്രിസ്തുവിന്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗ്ഗാരോഹണം ഓർത്തുകൊണ്ടും ക്രിസ്തുവിൽ അവിടുന്ന് ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങളെ സ്തോത്രം ചെയ്തുകൊണ്ടും കർത്താവ് കൽപ്പിച്ച പ്രകാരം കർത്താവ് വരുവോളും കർത്താവിന്റെ ഓർമ്മയ്ക്കായി അങ്ങയുടെ ദാസരായി ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള കർത്താവേ, ഞങ്ങളെയും അങ്ങയുടെ ദാനങ്ങളായി അപ്പത്തെയും വിഞ്ഞിനെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് നമ്മൾ നിൽക്കുന്ന അയ്യപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയുമാകേണ്ടതിന് കൃപ നൽകണമെന്നോ ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ യോജിക്കപ്പെട്ട് ഞങ്ങൾ എല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യത പ്രാപിച്ചു ഞങ്ങളുടെ കർത്താവാകുന്ന മനുഷ്യൻ തലയാകുന്ന മുന്നിലേക്ക് സകലത്തിലും വളരേണ്ടതിനോ കൃപ നൽകണമേ. ക്രിസ്തു മൂലമായും ക്രിസ്തുവിനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒരു നിമിഷം ശാന്തമായ ദൈവസന്നിധിയിൽ നമുക്കിരിക്കാം. കർത്താവിന്റെ ശരീര രക്തങ്ങളിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ
കർത്താവേ, അങ്ങയുടെ വിശുദ്ധത ഞങ്ങളിലേക്ക് പകരപ്പെടുവാനും അങ്ങയുടെ കൂടെ കൂട്ടായ്മയിൽ വസിപ്പാനും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപത്തോടുകൂടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ബലവിധമാവല്ല ഞങ്ങളുടെ അതുകൊണ്ട് നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ലോകത്തിന്റെ ദൈവത്തിന്റെ കുഞ്ഞാടേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനായ ദൈവത്തിന്റെ കുഞ്ഞാടേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനായ ദൈവത്തിന്റെ കുഞ്ഞാടേ, നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. വിശ്വാസത്തോടെ കർത്താവിന്റെ തിരുമേശയിലേക്ക് കടന്നു വന്ന് കർത്താവിന്റെ ശരീരരക്തങ്ങളിൽ പങ്കാളികളാകുവിൻ. നമ്മുടെ പാപത്തിന്റെ പരിഹാരാർത്ഥം നമുക്ക് വേണ്ടി നിർക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം, നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിനായി നമുക്ക് വേണ്ടി ഊറ്റപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുവേശുവിന്റെ രക്തം നമുക്ക് ചൊരിയപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ സക്രമന്റെ വിശ്വാസത്താൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് താഴെയുള്ള പ്രാർത്ഥന ചേർന്ന് ചെല്ലാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ വാത്സല്യപുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായേ, ഞങ്ങളെ അവിടുത്തെ മക്കളായി സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവന്റെ മഹാബലിയുടെ ശരീരമാതാവിന്റെ ആഹാരം കൊണ്ട് ഞങ്ങളെ പോഷിപ്പിച്ചു. ഞങ്ങൾക്ക് പാപമോചനം തിരിയവനെ കുറിച്ചുള്ള വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഞങ്ങളുടെ വേദനാഭാരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ശരീരങ്ങളും ആത്മാക്കളും ജീവൻ വിശ്വയാകുവാൻ അതാകുന്നു ഞങ്ങൾ ഈ ലോകത്തിന്റെ നല്ലതുപോലെ നമ്മുടെ ദൈവഗതമെന്നെ തിരിച്ചറിയുന്നത് മനസ്സും സഹായിക്കും. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ അങ്ങേ ഒടുവിൽ അവിടുത്തെ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടുകൂടെ കൃപയുള്ളയിടമെന്ന് അങ്ങയോട് ആമേൻ. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ശക്തിയും ബലവും ഉണ്ടായിരിക്കട്ടെ. സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും അവന്റെ പുത്രൻ നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായിരിക്കുന്ന ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിത്യപ്രിയമുള്ളവരെ നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ.